ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ന്യൂ P123. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്ത്യയുമായിട്ടാണ്. നേരെ നമുക്ക് ഗെയിം പ്ലേയിലേക്ക് പോകാം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്ത്യയിൽ മൾട്ടിപ്ലെയറാണ്. നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോകാം. പിന്നെ നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത് ആരും എല്ലാവർക്കും അറിയുകയും ചെയ്യില്ല. ഏതൊരാളാണ് നമ്മളിപ്പോൾ കളിക്കാൻ വരുന്നത്. ചെക്കൻ നല്ല ഡ്രൈവറാണ്. നമുക്ക് പിന്നെ ഒന്നും ഓട്ടിക്കാൻ പോലും അറിയില്ല വണ്ടി. ഇതൊക്കെ നമ്മളെ മുന്നിലത്തെ വീഡിയോ എല്ലാം കണ്ട എനിക്കറിയാം. നമുക്ക് വണ്ടി എന്നുള്ള സാധനം ഓട്ടിക്കാൻ പോകുന്ന ബസ് നമ്മ ഓട്ടിക്കാൻ പോകുന്നത് ഗൈസ് അത് ഓൻ പോകുന്നുണ്ട് സുഖത്തിൽ. ഗൈസ് നമുക്ക് ഓൻ്റെ ബാക്കിനെ വെച്ച് വിടാം. ഗൈസ് ചങ്ങേൻ്റെ പേരെന്താണ് നമ്പർ, നമ്മളെ പേര് പിന്നെ വീട്ടിലും പേരാണ് ഗൈസ്. ഗാനി നാമേ നമ്മളെ പേര്. എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെയുള്ള ഗൈസ്. ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനും നല്ല പേര് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക് ആ പേര് വന്നേ ഗൈസ്. എന്തെങ്കിലും അലോയും ചെയ്യാൻ പറയുന്നു. അലോ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഇതെല്ലാം എന്തെന്ന് പരിചയങ്ങൾ പലതരം ഗൈസ്. ഓനടെ പോയി ഞാൻ കണ്ടില്ല. ഓനടെ പോയി ഇതെല്ലാം വരുമ്പോൾ ഓനെ കാണുന്നില്ല ഗൈസ്. ഓനെ കാണില്ല കേട്ടോ ഗൈസ്. ഓൻ ഗെയിമിൽ പുറത്തായെന്ന് തോന്നുന്നു. ഞാനും എപ്പോഴും പുറത്തായി. പിന്നെ ഞാൻ കയറിയിട്ടുണ്ട്, ഓൻ കയറിയെന്ന് അറിയില്ല. നമ്മളെ ഈ റൂം എന്ത് ക്രാഷ് ചെയ്തു ഗൈസ്. ഓൻ്റെ പകരം ആരും കയറി എന്നിട്ടില്ല എന്തെല്ലോ ആരും. നമുക്ക് അത് വായിക്കാൻ കഴിഞ്ഞില്ല. അത് വിട്ട് ഗൈസ് നമ്മൾ റോങ് സൈഡാണ് പോകുന്നത്. നമുക്ക് യൂ ടേൺ അടിക്കേണ്ട സ്ഥലം കിട്ടി നമുക്ക് യൂ ടേൺ അടിക്കാം. അപ്പം അതേ വെയ്യുള്ളൂ. യൂ ടേൺ അടിക്കുന്ന സ്ഥലം ഇവിടെ അടുത്തൊന്നും ഇല്ലെന്ന് ഗൈസ്. ഫൈനൽ നമുക്ക് യൂ ടേൺ അടിക്കുന്ന സ്ഥലം കിട്ടി. പക്ഷെ നമ്മളെ തപ്പിയിട്ട് ചെക്കൻ വന്നിട്ടാ. ചെക്ക് സെറ്റാണ്. നമ്മളീ തപ്പിയിട്ട് ചെക്കൻ വന്ന് ഗൈസ്. ചെക്കനെ കാണാനില്ല നമ്മളെ ഗൈസ്. ചെക്കനോട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെന്ന് തോന്നുന്നു. വന്നട്ടടാ വേഗം വന്നേ. സമയമില്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ വെയിലെത്തിയിട്ട് കുറേ സമയം പോയി. നീയും കൂടി ഇങ്ങനെ എൻജിൻ സ്റ്റാർട്ടാകാൻ നിൽക്കല്ല. വേഗം വാ ഗൈസ്. ഓൻ വരുന്ന മട്ടില്ല കേട്ടാ ഗൈസ്. ഓൻ വന്നിട്ട് ചെക്കനും ചാടെ വണ്ടീനെ കൊണ്ട് എന്തെല്ലാം കളിക്കും. നമുക്ക് ബാക്ക് എടുത്ത് കൊടുക്കാം. ചെക്കൻ തിരിച്ചോട്ട് വണ്ടി എൻ്റെ മുന്നിലേക്ക് വല്ല സിനിമ സ്റ്റൈലിൽ വന്നതാണ്. ആടടിച്ച് ഗൈസ്. നമുക്ക് മ്യൂസിക് കൊടുക്കാം. ചെക്കൻ ഡാൻസ് മ്യൂസിക് കൊടുക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ പാട്ടും ഡാൻസെല്ലാം കഴിഞ്ഞ് നമുക്ക് നേരെ വണ്ടി എടുത്ത് പോകാം ഗൈസ്. ഞാൻ പിന്നെ ഭയങ്കര ഡാൻസർ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇവനെ കാണണ്ടായി. നോക്കുമ്പോൾ ഇവൻ്റെ വണ്ടി എടുത്ത് പോകുന്നു. ഇവൻ ഭയങ്കര പ്ലെയറാണ് കേട്ടാ. എന്ത് സ്പീഡിലാണ് ചെക്കൻ വണ്ടി ഓടിക്കുന്നൊക്കെ. നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഈ കയറി വാ കേറിട്ട് ചെക്കൻ എന്നാലും എന്നെ പുറത്ത് ഓവർടേക്ക് ചെയ്യാനും കൊടുത്തില്ല. നീയോ നേരം കൊണ്ടും പോകുന്നില്ല. ബാക്കിയുള്ള പോകാനെന്താ ഇവിടത്തെ ഗൈസ്. ചെക്കൻ നേരം കൊണ്ടെല്ലാം പോകുന്നുണ്ട് കേട്ടാ. ചെക്കൻ അവനെ ഓവർടേക്ക് ചെയ്യാൻ വിടാത്ത. ചെക്കന് ഈ കയറിയെന്ന് തോന്നുന്നു ഗൈസ്. ചെക്കൻ നമ്മൾ കുറേ പിന്നിലാക്കി. നമ്മൾ ഏതോ പാലത്തിന് മേലുള്ള ഗൈസ്. ഇവന് ഇവനും ഭയങ്കര കഷ്ടമാണ്. ഇവന് കീഴിലോട്ടല്ലേ പോകേണ്ടത്. പിന്നെ ഓനെന്താ താഴത്തെ വെയിലോട്ട് പോകാൻ നോക്കുന്നത്. അവിടെ ചെക്കൻ ഈലോട്ടേ പോകണ്ടേ. വേഗം വാ. എന്നെക്കൊണ്ട് ഞാൻ അവിടെ പോയി വിളിക്കണം തോന്നുന്നു. എന്നാലും വരും തോന്നുന്നു. ഞാൻ വിളിക്കാൻ പോകുമ്പോഴേക്കും വരുത്തുണ്ടാകും. അങ്ങനത്തെ ഒരു എപ്പോഴും പല ആൾക്കാർ അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടെടുത്ത്. ഞാൻ വിളിക്കാൻ പോകുമ്പോൾ ഓൻ്റെ കൊടുത്തേക്ക് വണ്ടി ഒന്നും തിരിക്കുന്നു. സോനത് കണ്ട ഇടത്തി
ഞാൻ ഇനി വണ്ടി തിരിച്ചിട്ട് ഓനെ കാത്തുനിന്നും പോയിട്ട് എൻ്റെ വണ്ടി ഇതാക്കുന്നു. പിരാന്തെ കാത്തുനിന്നും പോയിട്ട് എൻ്റെ വണ്ടി അടിച്ച് പൊട്ടി നമുക്ക്. ഗൈസ് ഓനെന്താണ് വരാത്ത പിരാന്ത്. ഓനെ മുന്നിൽ പോയിക്കോട്ടെ, ഞാൻ ബാക്കിൽ പോയിക്കോട്ടെ. ഓൻ മുന്നിൽ പോയി അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ മുന്നിൽ പോകും. കണക്കാണ് ഫസ്റ്റ് എത്തണം. ഗൈസ് നമുക്ക് എന്തെങ്കിലും മെസ്സേജ് ഇടാൻ കഴിയും നോക്കട്ടെ. ഗോ ഫാസ്റ്റ് എന്ന് ഇട്ടെടുക്കാം. ഗൈസ് മെസ്സേജ് ഇടാൻ കഴിഞ്ഞിട്ടില്ല. വണ്ടി സ്ലോ ആക്കി ഗോ ഫാസ്റ്റ് എന്ന് ഇട്ടിട്ട്. നാളെ ഒരു വണ്ടി കുറച്ച് സ്പീഡിലുണ്ടായി. അവൻ അടിച്ചിട്ടുണ്ട്. അടിച്ചിട്ടുണ്ട് എൻ്റെ പ്രതീക്ഷ. ഒന്നും കൂടി അടിക്കുക. ഗോ ഫാസ്റ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഗോ ഫാസ്റ്റ് എന്ന് അടിച്ചിട്ടില്ല, ഫാസ്റ്റ് എന്ന് അടിച്ചിട്ടുള്ളൂ. ചക്ക പറയുമ്പോൾ ഫാസ്റ്റ് ചെയ്തിട്ട് ഞാൻ വണ്ടിയൊന്ന് സ്ലോ ആക്കി. ഇപ്പൊ നീ കയറാനയ്യ. നീ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളോടാ ഞാൻ കേട്ടാ. നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടി കത്തിച്ചു കൂടെ. ചക്കനുണ്ട് ബാക്കിൽ നമ്മൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ചക്കനെ കാണാൻ തന്നെ ഇല്ലാലോ. ഗൈസ് ഞാൻ പിന്നെ റേസ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷേ റേസ് വേണ്ട, നമുക്ക് വെറുതെ ഇങ്ങനെ ഓട്ടിച്ചടിക്കാം. അങ്ങനെ സുഖം വേറെ തന്നെയാണ്. പിന്നീട് ഒറ്റ വണ്ടിയില്ല. എനിക്ക് ഈ സമയത്തെല്ലാം സാധാ മൂടലെടുത്താൽ കുറേ വണ്ടിയെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു വണ്ടിയില്ല. പറപ്പിച്ചു വിടാൻ എന്താ സുഖയോ, എന്താ സുഖം ഇങ്ങനെ പറപ്പിച്ചു വിടാൻ. ചെക്കനാണെങ്കിൽ അവിടെ ചെക്കൻ മറ്റേ ഓവർടേക്കാൻ നോക്കി നമ്മുടെ വണ്ടിക്ക് അടിച്ചിട്ട് എന്തിനാടാ എൻ്റെ വണ്ടിക്ക് ചെറുതായിട്ട് അടിച്ചിട്ട് പോയിന്. എൻ്റെ വണ്ടി എത്ര കഷ്ടപ്പെട്ട് പെയിൻ്റ് അടിക്കുന്നു. ആ വണ്ടിക്ക് വരച്ചിട്ടങ്ങ് പോയി. ചെക്കന് ഈഗോ കയറിയെന്നു കേട്ടാ. കാരണം ഞാൻ വെറുതെ എന്തെങ്കിലും പറയുന്ന ചോദിച്ചാൽ നീ ഇങ്ങനെ ഈഗോ ആയിട്ട് സ്പീഡിൽ പോയല്ല. ഞാനും വരട്ട് ഭയങ്കര സ്പീഡിൽ ചെക്കൻ എടുക്കുന്നിട്ടാ. നമുക്കും ഈഗോ കയറും. ഈഗോ കയറി ചെക്കൻ എന്തോ മെസ്സേജ് ഇടുന്നു. നമ്മളടുത്ത് ചെക്കൻ ഫാസ്റ്റ് ചെയ്യുന്നു. നമ്മ അങ്ങോട്ടിട്ട മെസ്സേജ് ചെക്കൻ ഇങ്ങോട്ടിടുന്നു. സ്പീഡിൽ പോട്ട് സ്പീഡിലേക്ക് വാ. അടിച്ചു കയറി വാ. ഗൈസ് അപ്പൊക്കെ ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കണ്ട സമയം. ഗൈസ് അങ്ങനെ അവൻ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റോഡെല്ലാം കുറച്ച് ചെറുതായി, അതുകൊണ്ട് പറപ്പിച്ച് വിടണ്ടേ. ഇത് നമുക്ക് നിർത്താം. അവിടെ പോലീസ് എന്തെല്ലോ മറ്റേ എന്താ പറയുക, ഗോസ്ലോ എന്നെല്ലാം പറ്റി ബോർഡ് വെക്കൂലേ, അത് വെച്ചിനി. ഗൈസ് പിന്നെ നമുക്ക് കണ്ട ഇവിടെ നാഷണൽ ഹൈവേയുടെ പണിയെല്ലാം തീർന്നു. പക്ഷെ നമ്മൾ ഇവിടെ മാത്രം ഒന്നും തീർന്നിട്ടില്ല ഗൈസ്. ഇപ്പം പണിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് മാപ്പാണെന്നറിയില്ല ഗൈസ്. മോനെ മാപ്പ് ഇട്ട ഞാനല്ല. അതുകൊണ്ടൊക്കെ ഇത് ഏത് മാപ്പാണെന്നൊന്നും അറിയില്ല ഗൈസ്. പിന്നെ ഇതെന്തൊരു ഉള്ളിലോട്ടേക്ക് പോയിരുന്നു. ടൗണിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു ഗൈസ്. കണ്ടൊരു അതേ വൈബല്ലോ. 4 വരിപ്പാത ഇപ്പോൾ 2 വരിപ്പാത ഇരിക്കുന്നു. ഇവിടെ നാഷണൽ ഹൈവേ കണ്ട കിട്ടില്ലാന്ന്. അപ്പോൾ നാഷണൽ ഹൈവേയിലേക്ക് കയറാൻ പോയെന്ന്. പിന്നെ വണ്ടി ഒന്ന് തിരിക്കണം ഗൈസ്. വട്ടത്തിലിങ്ങ് തിരിക്കണം. കിട്ടില്ല. ചെക്കൻ നമുക്ക് കുറച്ച് നേരം കാത്തിക്കാല്ലേ. ചെക്കൻ ഒന്ന് വെയിലിട്ട് പോയമ്മോ. ചെക്കൻ ഇവിടെ എത്തി. ചെക്കൻ തൊട്ട് താഴെത്തി ഗൈസ്. ചെന്ന ചെക്കനൊന്ന് കാത്തിക്ക. ചെക്കൻ നമ്മുടെ തൊട്ട് താഴെയുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് എന്തായിരുന്നു കണ്ട് നമുക്കതിന് പോവാം. അങ്ങനെ നാഷണൽ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മ ഹൈവേയിൽ ഒരു 100-110 വിട്. ഈ പറക്കും തളികനെപ്പോഴത്തെ മോശം ബസ്സൊന്നുമല്ല. എന്ന് വെച്ചാൽ പറക്കുന്നത് മോശം ബസ്സൊന്നുമല്ല വെച്ചാൽ അങ്ങനെ മോശമൊന്നും പറയുന്നില്ല. ഹൈടെക് ബസ്സാണ്. അത് ആ കാലത്ത് എങ്ങനെയാണ് ആ ബസ്സിൽ ആക്കിയെന്ന് അല്ലാത്തറിയാം. നമുക്ക് ആ ബസ് അങ്ങനെ ആക്കിയെങ്കിൽ നമ്മളെ ബസ് തന്നെ അങ്ങനെ ആക്കാൻ തോന്നും. പക്ഷെ ഞാനായിട്ട് ഇവിടെ ഫസ്റ്റ് എത്തിയ. ഇവിടെ നിന്ന് എൻ്റെ പോയിൻ്റ്. ഞാനിവിടെ ഫസ്റ്റ് എത്തിയ ഗൈസ്. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.